ഞാൻ ഷുക്കൂർ തരുവണ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി വിശാലമായി സ്ഥിതി ചെയ്യുന്ന താർ മരുഭൂമിയെ പറ്റിയും താർ മരുഭൂമിയോട് അനുബന്ധിച്ചുള്ള വളരെ വിശാലമായ ലക്ഷറി റിസോർട്ടുകളെ പറ്റിയും അവിടെയുള്ള താമസങ്ങളെ പറ്റിയും താർ മരുഭൂമിയുടെ സവിശേഷതകളെ പറ്റിയുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ അത്തരം ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. താർ മരുഭൂമി വളരെ പ്രത്യേകതയുള്ള ഒരു മരുഭൂമിയാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് എന്നീ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി. അതിൻ്റെ സിംഹഭാഗവും രാജസ്ഥാനിലാണുള്ളത്. കൂടാതെ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൻ്റെ ചില ഭാഗങ്ങളിലും താർ മരുഭൂമി പരന്നു കിടക്കുന്നു. അങ്ങനെ വളരെ വിശാലമായ ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി. താർ മരുഭൂമിയുടെ അടിയിലൂടെ ലൂണി എന്ന് പറയുന്ന ഒരു നദി പ്രവഹിക്കുന്നുണ്ട്. ആ നദി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മണലിൽ ചേർന്ന് കടലിലേക്ക് എത്താവുന്ന സമയമാകുമ്പോൾ ഈ നദി അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദിയെ അന്തർവാഹിനിയായ നദി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ലൂണി നദിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു നദി പ്രവഹിക്കുന്ന ഒരേ ഒരു മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിയാണ്. അതോടൊപ്പം തന്നെ താർ മരുഭൂമിയിൽ 150 അടി ഉയരത്തിലുള്ള മണൽ കൂനകളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണെത്താ ദൂരത്ത് പടർന്ന് കിടക്കുന്ന മണൽ തരികൾ, അതുപോലെ മണൽ തിട്ടകളുമാണ് അതിൻ്റെ പ്രത്യേകത. കുറ്റിച്ചെടികളും മുള്ളൻ ചെടികളുമാണ് ധാരാളമായി താർ മരുഭൂമിയിൽ കണ്ടുവരുന്നത്. സാഹസിക യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഏറ്റവും സൗകര്യപ്രദമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി. ജീപ്പ് സഫാരി, 150 അടി ഉയരത്തിലുള്ള മണൽത്തരികളിലൂടെ മണൽ കൂനകളിലൂടെ പൊന്തി താഴ്ന്നു വരുന്ന ജീപ്പ് സഫാരി. അങ്ങനെ വളരെ സാഹസികമായ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ജീപ്പ് സഫാരി, ബൈക്ക് സഫാരി, ഒട്ടക സഫാരി, ഇങ്ങനെയുള്ള ഒട്ടേറെ സഫാരികൾ നമുക്കവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ റീലുകളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വരുന്ന മറ്റു തരത്തിലുള്ള സഞ്ചാരികൾ, സംഗീതം, അങ്ങനെ അവരുടെ റീലുകൾ, അങ്ങനെ പലതരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് താർ മരുഭൂമിയിലൂടെ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. കൂടാതെ താർ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന റിസോർട്ടുകളും അതിലുള്ള താമസവുമാണ്. നൂറുകണക്കിന് ലക്ഷറി റിസോർട്ടുകൾ താർ മരുഭൂമിയുടെ 2 വശങ്ങളിലായി താഴ്വരകളിലായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട്. നമുക്കറിയാം, അവിടെ താമസിക്കുന്നത് ഒരു ജീവിതത്തിൽ ഒരിക്കൽ അനുഭവിക്കേണ്ട ഒരു അനുഭവം തന്നെയാണ്. അത്രയും മനോഹരമാണ്, അത്രയും ആനന്ദകരമാണ്, അത്രമാത്രം സുന്ദരമായ ഒരു ദിവസമായിരിക്കും അവിടെയുള്ള ഒരു ദിവസത്തെ അനുഭവം. അതിന് നല്ല ഒരു പണം ആവശ്യമായി വരും. പ്രത്യേകിച്ചും താർ മരുഭൂമിയിലും രാജസ്ഥാനിലുമൊക്കെ പകൽ സമയങ്ങളിൽ നല്ല ചൂടും രാത്രി സമയങ്ങളിൽ നല്ല തണുപ്പുമാണ് അനുഭവിക്കുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ പൊതുവെ രാജസ്ഥാനിലും ഡെസേർട്ടിലുമൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബറിൻ്റെയും മാർച്ചിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ആയിരിക്കും. ഞങ്ങൾ ന്യൂ ഇയർ അനുബന്ധിച്ചുകൊണ്ട് ഡിസംബർ 25 ശേഷമാണ് അവിടെ എത്തിയത്. ന്യൂ ഇയർ അവിടെയാണ് ആഘോഷിച്ചത്. നമുക്കറിയാം, ആ മരുഭൂമിയിലെ ഈ ചേർന്ന് കിടക്കുന്ന ഡെസേർട്ടുകളിൽ അവരുടെ രാജസ്ഥാനിൻ്റെ ആചാര
പ്രകാരമുള്ള സ്വീകരണവും സംഗീതാത്മകമായ സ്വീകരണവും അതോടൊപ്പം തന്നെ അവരുടെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന നൃത്യങ്ങളും സംഗീത മാസ്മരികമായ ഒരു രാത്രിയുമായിരിക്കും അവിടെ നമുക്ക് അവർ ഒരുക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ രാജസ്ഥാനി വിഭവങ്ങൾ നമുക്ക് അവിടെ നിന്നും കഴിക്കാൻ പറ്റും. 100 കണക്കിന് ടെൻറ്റുകളാണ് വളരെ മനോഹരമായി വളരെ വിശാലതയിൽ ബാത്റൂം അറ്റാച്ച്ഡായി AC സൗകര്യത്തോടു കൂടി അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ നമുക്ക് കെറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെള്ളം തിളപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ്. അങ്ങനെ നമുക്ക് വലിയ അനുഭവങ്ങൾ നൽകുന്ന ഒരു ജീവിതത്തിൽ ഒരിക്കൽ അനുഭവിക്കേണ്ട ഒരു താമസം തന്നെയാണ് ഈ റിസോർട്ടുകളിലുള്ള താമസം. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഒരു DJ പരിപാടികളും അവരുടെ നൃത്യങ്ങളും രാജസ്ഥാനി സംഗീതവുമൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം കഴിച്ചു കൂട്ടാം. 11 മണി മുതൽ 11 മണി വരെയാണ് അവരുടെ ആ റിസോർട്ടിലെ താമസ സൗകര്യം. ഇന്ന് 11 മണിക്ക് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ 11 മണി വരെയാണ് ഡെസേർട്ടിൽ നമുക്കതിൻ്റെ ചെക്കൗട്ട് ടൈം. വളരെ നല്ല സമയവും നല്ല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നന്നായി പെരുമാറുന്ന സർവീസ് ചെയ്യുന്ന തൊഴിലാളികളുമൊക്കെയുള്ള വളരെ മനോഹരമായ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരു പഞ്ചനക്ഷത്ര റിസോർട്ട് എന്ന് തന്നെ അതിനെ പറയാൻ പറ്റും. അത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ്. ആയിരക്കണക്കിന് ആളുകളും അതോടൊപ്പം 100 കണക്കിന് ടെൻറ്റുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വളരെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ രാജസ്ഥാനിലേക്ക് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ജയ്പൂർ, ജോധ്പൂർ, ഉധംപൂർ അതുപോലെ ജയ്സാൽമീർ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും കൊട്ടാരത്തിനകത്ത് കൊട്ടാരങ്ങളുമൊക്കെയുണ്ട്. ജയ്സാൽമീർ എന്ന് പറയുന്ന പ്രദേശം തന്നെ മഞ്ഞക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമുണ്ട്. ലിവിങ് ഫോർട്ട് എന്നാണ്. അവിടെ ഇന്നും ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ റൂമുകളും അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക്, ജയ്സാൽമീറിലെ നഗരവാസികൾക്ക് തുറന്നു കൊടുത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ എഞ്ചിനീയർ മികവുള്ള വാസ്തുശില്പകല കൊണ്ട് അതൃപ്പം തീർത്ത ഒരുപാട് നിർമ്മിതികൾ നമുക്ക് രാജസ്ഥാനിലൂടെ നീളം കാണാൻ സാധിക്കും. അതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായ കാഴ്ചകൾ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാനിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെസേർട്ടിലേക്ക് വരുന്നവർ ജയ്സാൽമീർ നഗരത്തിൽ നിന്നും 50ഓളം കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് 1500 രൂപയാണ് ഒരു സ്വകാര്യ വാഹനം നമ്മൾ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അവിടെ എത്തിച്ചു തരുന്നതിന് അവർ റെൻ്റായി വാടകയായി ചോദിക്കുന്നത്. എന്നാൽ അവിടെ ഒരു ഹനുമാൻ സർക്കിൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ സർക്കിളിൻ്റെ ചെറിയൊരു ഭാഗത്തൊരു ഇടുങ്ങിയ റോഡിൽ ധാരാളം ജീപ്പുകളുണ്ട്. ആ ജീപ്പുകളെ സമീപിച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കുന്ന ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപ മാത്രമേ ചിലവാകൂ. ആ ജീപ്പിൽ നിറയെ ആളുകളാവുമ്പോൾ മാത്രമേ അവിടുത്തേക്ക് ആളുകളെ കൊണ്ടുപോകൂ എന്നുള്ളൂ മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഏത് റിസോർട്ടാണോ ബുക്ക് ചെയ്തത് ആ റിസോർട്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ടിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ അവർ ഇറക്കിത്തരും. അതുപോലെ തിരിച്ചു പോരുമ്പോൾ നമ്മൾ ആ റിസോർട്ടിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരം ജീപ്പുകൾക്ക് കൈകാട്ടി കഴിഞ്ഞാൽ അവിടെ നിർത്തി നമുക്ക് 100 രൂപ കൊടുത്ത് ജയ്സാൽമീർ നഗരത്തിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മുറികളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ജയ്സാൽമീറിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് 1500 രൂപ ലാഭിക്കാം. ഹനുമാൻ സർക്കിൾ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അവിടെ അതിൻ്റെ ജീപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചില ശ്രദ്ധകളൊക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികം നമുക്ക് വളരെ ചുരുക്കിക്കൊണ്ട് തന്നെ ഈ യാത്ര മംഗളമായി വളരെ മനോഹരമായി നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഫലീകരിക്കാൻ സാധിക്കും. ആ യാത്രയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്, അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജസ്ഥാനിലെ യാത്ര
ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിലെ യാത്ര, അതിൻ്റെ റിസോർട്ടുകളിലെ താമസം ഒരു പുതിയ അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ അവിടെ പോയി താമസിക്കാത്തവർ, അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡെസേർട്ടിൽ യാത്ര ചെയ്യുകയും സഫാരി ചെയ്യുകയും ഈ റിസോർട്ടിൽ താമസിക്കുകയും അതിൻ്റെ ഭംഗിയും അനുഭവവും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസത്തിലാണ് ഈ ഡെസേർട്ടിലേക്കുള്ള യാത്രക്ക് ഏറ്റവും ഉചിതമായ സമയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.